പക്ഷെ അദ്ദേഹം തന്റെ കാർ വിറ്റു. ശരിയായ വഴിക്ക് ശരിയായ സ്ഥലത്ത്. ലൈറ്റും കിട്ടും. നല്ല മഴയായിട്ടില്ല. മഴ കുറയാണെങ്കിൽ ഇത് വേണ്ട, നമ്മുടെ ഫോഗ് ലൈറ്റ് മതി. നല്ല മഴയാണെങ്കിൽ ഫുൾ ലൈറ്റ് കിട്ടുന്ന സൈഡ്. ഫോഗ് ലൈറ്റിലേക്ക് മാറ്റാം. XUV 300 ആയിരിക്കും. XUV 700 വലിയ സാധനം, ചെറുതായിരിക്കും. 700 ആണ്. ഇത് 700 ആണ്. ദൂരെ നോക്കിയപ്പോൾ മറ്റേ ചെറുതാണോ എന്ന് വിചാരിച്ചു. പ്രായമുള്ളതാണ് ഈ മഴയത്ത് റെയിൻകോട്ട് ഇട്ട് പോകുന്നത് അത്ര സേഫാന്ന് തോന്നുന്നു. ഇപ്പം കുറേ ഉണ്ട് കേട്ടോ. ഇപ്പം അപ്പോൾ ഇതിൽ പോയ സ്കൂട്ടർ മറ്റേ ഇതാ ഇലക്ട്രിക്കാണ്. ഇലക്ട്രിക്കുണ്ട് ഇഷ്ടം പോലെ. ഒരു 20 വണ്ടിയിൽ ഒരു വണ്ടി, 1 in every 20 vehicles is ഇലക്ട്രിക്. നമ്മുടെ റോഡിൽ ഏതാണ്ട് ഒരു 20 വണ്ടികളിൽ ഒരു വണ്ടി ഇലക്ട്രിക്കാണ്. ആ വണ്ടി KL10 ആണ്. ആരെങ്കിലും സെക്കൻഡ് ഹാൻഡ് എടുത്തായിരിക്കും. KL10 എനിക്ക് തോന്നുന്നു കോഴിക്കോടാണ്. 7 എറണാകുളം, 8, 9 പാലക്കാടാണ്. 10 കോഴിക്കോടായിരിക്കണം, അല്ലെങ്കിൽ മലപ്പുറം. കോഴിക്കോടായിരിക്കും. വൈപ്പർ തന്നെയാണ് കേട്ടോ. പഴയ വൈപ്പർ ഭയങ്കര ഷോക്കായിരുന്നു. ഒട്ടും ക്ലീൻ ആവില്ലായിരുന്നു. വൈപ്പർ ഒരു 2 കൊല്ലം ആകുമ്പോഴത്തേക്ക് അത് മോശമാകും. പിന്നെ അത് പ്രോപ്പറായിട്ട് വൈപ്പാവില്ല.
2 കൊല്ലം ആകുമ്പോഴത്തേക്ക് അത് ഫുള്ളായിട്ട് കുറേ വെള്ളം അതിനകത്ത് ഇരിക്കും. വൈപ്പ് ചെയ്യുമ്പോൾ ഫുൾ ക്ലീൻ ആവില്ല കുറേ. അപ്പോൾ നമുക്കത് ഓടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ ഇതിന് മുമ്പിലത്തെ വൈപ്പ് അങ്ങനെയാണ്. അതിൽ വെള്ളം പകുതി ഇതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അത് 2 years കഴിയുമ്പോൾ ഇയർലി മാറ്റണം എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഇതെങ്കിലും ആ റബ്ബർ പാർട്ട് എങ്കിലും ഇയർലി മാറ്റണം എന്നാണ്. അസംബ്ലി ആയിട്ട് മാറ്റി എനിക്ക് തോന്നുന്നു 250-300 രൂപ. മറ്റേതിന് 50 രൂപ ഉണ്ടാവും. അസംബ്ലി ആയിട്ട് മാറ്റണമായിരിക്കും നല്ലത് എപ്പോഴും. ഇത് മറ്റേത് ചിലപ്പോൾ പിടിപ്പിക്കാൻ അത്ര ക്ലിയർ ആവണമെന്നില്ല, പ്രോപ്പറായിട്ട് വൈപ്പ് ആവണമെന്നില്ല. അത് സർവീസ് ചെയ്യുമ്പോൾ ആ വൈപ്പർ കൂടി എല്ലാ കൊല്ലം മാറ്റുന്നതായിരിക്കും ബുദ്ധി. നമ്മുടെ അമ്മാവൻ അമ്മാവല്ല കൊച്ചപ്പൻ പണ്ട് പറയാറുണ്ട്. ഞാൻ ഒരു ദിവസം കൊച്ചപ്പൻ്റെ കൂടെ എൻ്റെ പഴയ 800 മാരുതി സുസുക്കി 800 പോയപ്പോൾ നീ ഇത് വൈപ്പർ മാറ്റാറില്ല? ഞാൻ പറഞ്ഞു വൈപ്പർ മാറ്റാറില്ല, ഉള്ളതാണ്. അത് എല്ലാ കൊല്ലം മാറ്റേണ്ട സാധനമാണ്. പിന്നെയാണ് ഞാൻ ആ ഒരു പോയിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത്. കൊച്ചപ്പൻ മരിച്ചു കേട്ടോ. കൊച്ചപ്പൻ 2019 മരിച്ചു പോയി. കൊച്ചപ്പൻ്റെ കൂടെ ഒരു ദിവസം ഇങ്ങനെ പോയപ്പോൾ പുള്ളി പറഞ്ഞു എല്ലാ കൊല്ലം മാറ്റേണ്ട സാധനമാണ്. അതിനധികം പൈസ ആവില്ല. അത് സർവീസ് ചെയ്യുമ്പോൾ അവരോട് മാറ്റാൻ പറയണമല്ലോ. അത് പിന്നെ ഞാൻ എപ്പോഴും സർവീസ് ചെയ്യാൻ നേരത്തെ മാറ്റിക്കാറുണ്ട്. കഴിഞ്ഞ തവണ 1-2 കൊല്ലം മാറ്റിയില്ലായിരുന്നു. അവർ പറഞ്ഞാൽ കുഴപ്പമില്ല, പുതിയ ഒരു കൊല്ലമല്ലേ അയാൾ പുതിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ അവർ പറഞ്ഞാൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. വൈപ്പർ എപ്പോഴും എല്ലാ കൊല്ലമൊക്കെ മാറ്റിക്കളാണ്. വെട്ടി നിർത്താറായിട്ടില്ല. ഇതിൻ്റെ പഴം വെട്ടിക്കളഞ്ഞില്ല, പറിച്ചെടുത്തിട്ട് വേണം. റംബൂട്ടാനൊന്ന് വെട്ടി നോക്കണം, താഴോട്ടുള്ള കമ്പുകളാണ്. ഇത് പഴത്തിൻ്റെ വെയിറ്റ് കാരണമായിരിക്കും അത് താഴോട്ട് ഇറങ്ങിയത്. ഓഫ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഓഫ് ചെയ്യണം. ലൈറ്റ് ഓഫ് ചെയ്യണം. ബാക്കിലെ ഫോഗിൻ്റെ ഇത് ഓഫ് ചെയ്യണം. ബാക്കിലുള്ള ഓട്ടോ ഫോഗിൻ്റെ മഴ പെയ്യുമ്പോൾ ഞാൻ ആ ഓട്ടോ ഫോഗ് ഓണാക്കി ഇടാം. മറ്റേ ബാക്കിലെ ഗ്ലാസിൻ്റെ, അല്ലെങ്കിൽ ബാക്ക് ഗ്ലാസ് ക്ലിയർ ആവില്ല. 2-3 ലൈറ്റ് ഓഫ് ചെയ്യണം. ലൈറ്റ് ഓഫ് ചെയ്യണം, AC ഉള്ളത് ഓഫ് ചെയ്യണം, ബാക്ക് ഗ്ലാസിൻ്റെ ഓഫ് ചെയ്യണം. അതിന് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്.